മക്കളെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അതിനകത്ത് സർഫസ് ടെൻഷനിൽ പഠിക്കുന്നുണ്ട് നമ്മൾ കാപ്പിലറി റൈസ്. അത് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നോക്കിക്കോ. എ ഗ്ലാസ് കാപ്പിലറി ഓഫ് റേഡിയസ് 0.15 മില്ലിമീറ്റർ. റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാ? 0.15 മില്ലിമീറ്റർ. അപ്പൊ നമുക്കതിനെ 15 × 10⁻⁻5 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, പിന്നെന്താ തന്നത്? ഈസ് ഡിപ്ഡ് ഇൻ ടു എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ തന്നിട്ടുണ്ട്. എത്രയാ? 1600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആൻഡ് സർഫസ് ടെൻഷൻ എസ് എൽ എ ലെറ്റർ കൊടുക്കുക 0.12 അല്ലെങ്കിൽ 12 × 10⁻² എന്ന് എഴുതാം, ന്യൂട്ടൺ പെർ മീറ്റർ റെസ്പെക്റ്റീവ്ലി. എന്നിട്ട് എന്താ പറഞ്ഞത്? ദി ലിക്വിഡ് ഇൻ ദി കാപ്പിലറി റൈസസ് ബൈ എ ഹൈറ്റ്. കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് തന്നു 5 സെന്റിമീറ്റർ. അപ്പൊ 5 × 10⁻² മീറ്റർ. ചോദിച്ചത് എന്താ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആ ചോദിച്ചുള്ളത്. ഈ കോണ്ടാക്ട് ആംഗിൾ ബിറ്റ്വീൻ. അപ്പൊ തീറ്റയുടെ വാല്യൂ എത്രയെന്നാണ്. ഇതിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാലോ. കാപ്പിലറി റൈസിന്റെ ആ ഒരു ഹൈറ്റ് എങ്ങനെയാ കിട്ടുക? 2s cos θ by r rho g ചെയ്താൽ മതി. അപ്പൊ നമുക്ക് cos θ ചെയ്താലോ. cos θ is equal to r rho g h by 2s. ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഡിയസ് എത്രയാ പറഞ്ഞത്? റേഡിയസ് പറഞ്ഞിട്ടുള്ളത് 15 × 10⁻⁵. 15 × 10⁻⁵ ഇൻറ്റു റോയുടെ വാല്യൂ 1600 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എടുക്കും. ഹൈറ്റിന്റെ വാല്യൂ എത്രയാ നോക്ക്. ഹൈറ്റിന്റെ വാല്യൂ 5 × 10⁻². 5 × 10⁻² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സർഫസ് ടെൻഷൻ എത്രയാ? 12 × 10⁻². 12 × 10⁻². ഓക്കെ, ഇങ്ങനെയല്ലേ തന്നെ നോക്ക് ആൻസർ. ഓക്കെ, വാല്യൂസ് 10⁻² കട്ടായി പോയി. റെഡി? പിന്നെന്താ ഉള്ളത്? 2 × 12 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? മുകളിലുള്ള നമ്പേഴ്സ് ഒക്കെ നോക്കാം നമുക്ക്. 15 × 16 × 5. ബാക്കി 10ന്റെ പവറുകൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ 1 2 3 10⁻³ ഉണ്ട്, 10⁻⁻5 ഉണ്ട്. അപ്പൊ അത് 10⁻². എന്നാവും. ഡിവൈഡ് ബൈ താഴെ എത്രയാണുള്ളത്? 2 × 12 ആണുള്ളത്. ഓക്കെ, 12ഉം 16ഉം കട്ട് ചെയ്യാം. 4 ഉണ്ട്. അപ്പൊ 4ഉം ഇവിടെ 3ഉം വന്നു. റെഡി? 2 × 3. ഓക്കെ, ഇതാ 3 ഇവിടെ കട്ട് ചെയ്ത് 5. 5 × 5 25. 25 × 4 100. അപ്പൊ 100ഉം 10⁻⁻² കൂടെ പോയി കഴിഞ്ഞാൽ 1/2. cos θ 1/2. അപ്പൊ തീറ്റയുടെ വാല്യൂ എത്രയാ? 60 ഡിഗ്രി. റെഡി അല്ലേ?